discuss the designation system for refrigerants. നമ്മൾ എങ്ങനെ റെഫ്രിജറൻസിന് ഒരു ഡെസിഗ്നേഷൻ നെയിം R11, R22, R134A എന്നുള്ളതെങ്ങനെ കൊടുക്കുന്നു എന്നുള്ളതാണ് പഠിക്കുക. The refrigerants are internationally designated as R, followed by certain numbers such as R11, R12, etc. A refrigerant followed by a 2-digit number indicates that a refrigerant is derived from methane base, while 3-digit number represents ethane base. അപ്പോൾ 6 കഴിഞ്ഞ് ഒരു 2 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ അതൊരു മീഥെയിൻ ബേസ്ഡ് റെഫ്രിജറൻ്റ് ആണ്. 3 ഡിജിറ്റ് ആണ് വരുന്നതെങ്കിൽ അതൊരു ഈഥെയിൻ ബേസ്ഡ് റെഫ്രിജറൻ്റ് ആണ്. ദെൻ റെഫ്രിജറൻ്റ് ഒരു കെമിക്കൽ ഫോർമുലയാണ്, ജനറൽ ഫോർമുലയാണ് CmHnClPfQ. ഇതിൽ എം റെപ്രസെൻ്റ് ചെയ്യുക നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, എൻ റെപ്രസെൻ്റ് ചെയ്യുക നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, പി റെപ്രസെൻ്റ് ചെയ്യുക നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റംസ്, ക്യൂ റെപ്രസെൻ്റ് ചെയ്യുക നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റംസ്. അപ്പോൾ അതാണ് എം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, എൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, പി നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റംസ് ആൻഡ് ക്യൂ നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റംസ്. അങ്ങനെയെങ്കിൽ ഇങ്ങനൊരു ജനറൽ ഫോർമുല നമുക്ക് കിട്ടിയാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ എഴുതുന്നു. എൻ പ്ലസ് പി പ്ലസ് ക്യൂ ഈസിക്കൽ ടു 2m പ്ലസ് 2. ഓക്കെ, ഇൻ വിച്ച് എൻ പ്ലസ് പി പ്ലസ് ക്യൂ ഈസിക്കൽ ടു 2m പ്ലസ് 2. ദെൻ നമുക്ക് റെഫ്രിജറൻ്റ് നമ്പർ കാണാം. ദെൻ ദ നമ്പർ ഓഫ് ദ റെഫ്രിജറൻ്റ് ഈസ് ഗിവൺ ബൈ ആർ. ഇനി നമ്പർ വരുന്നത് എങ്ങനെയാണ്? മീൻസ് m-1 ഇൻറ്റു എൻ പ്ലസ് 1 ഇൻറ്റു ക്യൂ. ഓക്കെ, എമ്മും എന്നും ക്യൂ എന്താ? എം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, എൻ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ്, ക്യൂ നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റംസ്. അപ്പോൾ m-1 n പ്ലസ് 1 ക്യൂ. അപ്പോൾ എം അറിയാം, എൻ അറിയാം, ക്യൂ അറിയാമെങ്കിൽ നമുക്ക് ആ ഒരു കെമിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ആ റെഫ്രിജറൻ്റ് ഒരു നമ്പർ അതിനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹിയർ ഇസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് എ റെഫ്രിജറൻ്റ് CHCl2F. ഇനി ഇവത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു റെഫ്രിജറൻ്റ് നമ്പർ ഇടാൻ പോവുകയാണ്. നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് 1 ഉള്ളൂ, സോ m ഈക്വൽ ടു 1. നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് 1, സോ n ഈക്വൽ ടു 1. നമ്പർ ഓഫ് ക്ലോറിൻ ആറ്റംസ് 2 ഉണ്ട്, സോ p ഈസ് ഈക്വൽ ടു 2. ദെൻ f നമ്പർ ഓഫ് ഫ്ലൂറിൻ ആറ്റംസ്, q ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി r m-1 n പ്ലസ് 1 q. ഇതിൽ m 1 ആണ്, സോ 1-1 ഇൻറ്റു n പ്ലസ് 1. n 1 ആയതുകൊണ്ട് 1 പ്ലസ് 1. ദെൻ ക്യൂവും 1 ആണ്, അതുകൊണ്ട് 1. ഇതിൽ 1-1 0 ആകുന്നു, പിന്നെ 2 ഉണ്ട്, പിന്നെ 1 ഉണ്ട്. സോ R021 നമ്മളതിനെ ഇങ്ങനെ വിളിക്കുന്നു R21. സോ ഈ രീതിയിലൊരു കെമിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ എമ്മും എന്നും പിയും ക്യൂ അറിയാമെങ്കിൽ, അതിൽ പിയിലും എമ്മും എന്നും ക്യൂ അറിയാമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ഒരു റെഫ്രിജറൻ്റിനെ പേര് വിളിക്കാൻ സാധിക്കും, റെഫ്രിജറൻ്റ് നമ്പർ കൊടുക്കാൻ സാധിക്കും. ദെൻ അടുത്ത ടോപ്പിക്കാണ് സെലക്ഷൻ ഓഫ് റെഫ്രിജറൻസ് ഫോർ ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ്. ഓരോ റെഫ്രിജറൻസും ഏതൊക്കെ ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആണ് എന്നുള്ളതാണ് നോക്കുക. ഹിയർ ആപ്ലിക്കേഷൻ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ, നമ്മൾ യൂസ് ചെയ്യുന്ന വീട്ടിലെ ഫ്രിഡ്ജ്, കൂളർ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ കൂടുതലും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് R134A ആണ്. വൈഡ്ലി യൂസ്, അതിന് കാരണം ബിക്കോസ് ഓഫ് ഇറ്റ്സ് 0 ODP, ഓസോൺ ഡിപ്ലീഷന് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നേയില്ല. ദാറ്റ് ഈസ് 0 ODP എന്നാണ്. ODP എന്ന് മീൻസ് ഓസോൺ ഡിപ്ലീഷൻ പൊട്ടൻഷ്യൽ എന്നാണ്. അതായത് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ R134A ഇല്ല. അപ്പോൾ അതുകൊണ്ടത് സ്യൂട്ടബിൾ ആണ്. ആസ് ലീക്സ് ആർ വെരി സ്മോൾ, ദിസ് റെഫ്രിജറൻ്റ് ഹാസ് വെരി ലിറ്റിൽ ഇമ്പാക്റ്റ് ഓൺ ദ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ ഓസോൺ ഡിപ്ലീഷനും കാരണമാകുന്നില്ല, ഗ്രീൻ ഹൗസ് എഫക്റ്റിനും കാരണമാകുന്നില്ല, ലീക്കേജും സ്മോൾ ആണ്. സോ ഇത് ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റെഫ്രിജറേഷൻ സ്യൂട്ടബിൾ ആണ്. ദെൻ കൊമേഴ്ഷ്യൽ റെഫ്രിജറേഷൻ പർപ്പസിന് നമ്മൾ ഈ റെഫ്രിജറൻസുകൾ യൂസ് ചെയ്യുന്നു. ഇനി അതിൻ്റെ പ്രോപ്പർട്ടീസും യൂസസും ആണ് ഈ കിടക്കുന്നത്. യൂസ്ഡ് ഇൻ സൂപ്പർ മാർക്കറ്റ് sector, also used in ice machines, non-flammable and zero ODP. Then R22 used in air conditioned system,
മീഡിയം ആൻഡ് ലോ കൊമേഴ്ഷ്യൽ, ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ, ഫ്രീസർ റൂംസ്, കോൾഡ് സ്റ്റോർസ്, വാട്ടർ ചില്ലേഴ്സ്, ദെൻ പ്രോസസ് കൂളിംഗ്. ദെൻ ഇൻഡസ്ട്രിയൽ റെഫ്രിജറേഷൻ പർപ്പസിന് നമ്മൾ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻസ് ആണ് ഈ കാണുന്നതെല്ലാം. അതിൻ്റെ പ്രോപ്പർട്ടീസും യൂസസും ആണ്. യൂസ്ഡ് ഇൻ ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസ്, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ എയർ കണ്ടീഷനിങ്, highly used in air conditioning equipments. Then അടുത്തത് നെക്സ്റ്റ് റെഫ്രിജറൻറ്റ് യൂസ്ഡ് ഫോർ മീഡിയം ആൻഡ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ്, കോസ്റ്റ് എഫക്റ്റീവ് റെഫ്രിജറൻറ്റ്, എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി റെഫ്രിജറൻറ്റ്, ആപ്ലിക്കേഷൻ കോൾഡ് സ്റ്റോർസ്, ഫ്രീസിംഗ് ടണൽസ്, ബ്രൂവറീസ്, ഫിഷ് ട്രോളേഴ്സ്, ഫുഡ് പ്രോസസ്സിംഗ് പ്ലാന്റ്സ്. ദെൻ നെക്സ്റ്റ് റെഫ്രിജറൻറ്റ് R744 used in low temperature applications. It can be used in conjunction with ammonia in a cascade system. ഇത് ലോ ടെമ്പറേച്ചർ ആപ്ലിക്കേഷൻസിനാണ് ഈ ഒരു റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുക. ഇതിനടുത്ത് ട്രാൻസ്പോർട്ട് റെഫ്രിജറേഷൻ, ഫുഡ് ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ് തുടങ്ങിയ കാര്യങ്ങൾക്ക് യൂസ്ഡ് ഇൻ റോഡ് ട്രാൻസ്പോർട്ട് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ചിൽഡ് ആൻഡ് ഫ്രോസൺ പ്രോഡക്ട്സ്. അതിന് ഈ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യും. യൂസ്ഡ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ചിൽഡ് products only, used in ships and containers for transporting goods. Then next used in ships and containers for transporting goods. അപ്പോൾ ഓരോ റെഫ്രിജറൻറ്റും അതിൻ്റെ ആപ്ലിക്കേഷൻസുമാണ്, അതിൻ്റെ പ്രോപ്പർട്ടീസും കൂടെ പറയുന്നു. ദെൻ മൊബൈൽ എയർ കണ്ടീഷൻ, വാട്ടർ ചില്ലീസ്, മറൈൻ റെഫ്രിജറേഷൻ, അതിലൊക്കെ യൂസ് ചെയ്യുന്ന റെഫ്രിജറൻറ്റും അതിൻ്റെ പ്രോപ്പർട്ടീസുമാണ്. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലോറോഫ്ലൂറോ കാർബൺസ്, CFC. നമുക്കറിയാം ക്ലോറിൻ ആറ്റം അത് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ റെഫ്രിജറൻറ്റുകളെ റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് പകരം അതിൻ്റെ പ്രോപ്പർട്ടീസ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഉള്ള മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവണം. അപ്പോൾ അതായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ദ ഫുള്ളി ഹാലജനേറ്റഡ് റെഫ്രിജറൻസ് വിത്ത് ക്ലോറിൻ ആറ്റം in their molecules are referred to as CFC refrigerants. അപ്പോൾ കെമിക്കൽ ഫോർമുലയിൽ ക്ലോറിനാറ്റം ഉള്ളതും ഫ്ലോറിനാറ്റം ഉള്ളതുമായിട്ടുള്ള റെഫ്രിജറൻറ്റിനെ നമ്മൾ CFC റെഫ്രിജറൻറ്റ് എന്ന് വിളിക്കുന്നു. The refrigerants such as R11, R12, R13, R113, R114 and R115 are CFC refrigerants, chlorofluorocarbon refrigerants. Means ആ റെഫ്രിജറൻറ്റിനകത്തൊക്കെ ക്ലോറിനാറ്റം ഉണ്ട്, ഫ്ലൂറിനാറ്റം ഉണ്ട്. The refrigerants which contain hydrogen atom in their molecule along with chlorine and fluorine atom are referred to as hydrochlorofluorocarbon, HCFC refrigerants. R22, R123 ഒക്കെ എക്സാമ്പിൾ ആണ്. Then the refrigerants which contain no chlorine atom in their molecule are referred to as hydrofluorocarbons, HFC റെഫ്രിജറൻസ്. അതാണ് R134 R152. അപ്പോൾ അതിനകത്ത് ക്ലോറിനാറ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നില്ല, ഈ ഹൈഡ്രോഫ്ലൂറോ കാർബൺ റെഫ്രിജറൻസ്. ദെൻ ദ റെഫ്രിജറൻസ് വിച്ച് കണ്ടെയ്ൻ നോ ക്ലോറിൻ ആൻഡ് ഫ്ലൂറിൻ ആറ്റംസ് ഇൻ ദെയർ മോളിക്യൂൾ ആർ റെഫേർഡ് ടു ആസ് ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ്, HC. ക്ലോറിനും ഇല്ല ഫ്ലൂറിനും ഇല്ലാത്തതാണ് എങ്കിൽ നമ്മളതിനെ ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ് എന്ന് വിളിക്കും. R290, R600A ഒക്കെ. ഓക്കെ, അപ്പോൾ ഹൈഡ്രജനും ക്ലോറിനും ഫ്ലൂറിനും കാർബണും ഉണ്ടെങ്കിൽ HCFC. ദെൻ ക്ലോറിൻ ഇല്ല, ഹൈഡ്രജനും അതുപോലെ ഫ്ലൂറിനും കാർബണും മാത്രമാണെങ്കിൽ HFC. ദെൻ ഫ്ലൂറിനും ഇല്ല എങ്കിൽ ഹൈഡ്രജനും കാർബണും മാത്രമേ ഉണ്ടെങ്കിൽ HC, ഹൈഡ്രോ കാർബൺ റെഫ്രിജറൻസ്. CFC റെഫ്രിജറൻസ്, അതിൽ CFC എന്ന് പറഞ്ഞാൽ എന്താ, അതിനകത്ത് ക്ലോറിനുണ്ട്, ഫ്ലൂറിനുണ്ട്, കാർബണുണ്ട്. CFC refrigerants have been linked to the depletion of the ozone layer. CFC റെഫ്രിജറൻസുകളാണ് ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുക. ക്ലോറോഫ്ലൂറോ കാർബൺ റെഫ്രിജറൻസ്. അതിന് കാരണം എന്താ? ബിക്കോസ് ക്ലോറിൻ ആറ്റം ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിപ്ലീഷൻ ഓഫ് ഓസോൺ ലെയർ. ഓസോൺ ലെയർ ഡിപ്ലീഷന് കാരണമാകുന്ന ക്ലോറിനാറ്റമാണ്. ആ ക്ലോറിനാറ്റം എല്ലാം ഈ CFC റെഫ്രിജറൻറ്റിനകത്തുണ്ട്. അപ്പോൾ ആ റെഫ്രിജറൻറ്റ് ലീക്കേജ് ഉണ്ടായാലോ അത് ആ റെഫ്രിജറൻസ് കൂടുതൽ സിസ്റ്റംസിൽ യൂസ് ചെയ്യുന്ന മൂലം അത് ഓസോൺ ഡിപ്ലീഷന് കാരണമാകുന്നു. Then again, halocarbon refrigerants have a global warming effect
വിച്ച് മേ കോസ് സീരിയസ് ചേഞ്ചസ് ഇൻ ദ എൻവയോൺമെൻറ്റ്. ഇനി ഹാലോ കാർബൺ റെഫ്രിജറൻസ് ആണെങ്കിൽ ആ റെഫ്രിജറൻസ് മൂലം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ രണ്ട് പാരാമീറ്റർ കൺസിഡർ ചെയ്യണം. ഒന്ന് ഓസോൺ ഡിപ്ലീഷനും ഗ്ലോബൽ വാർമിങ്ങും. ഈ രണ്ടിൻ്റെ ബേസിലും ഓസോൺ ഡിപ്ലീഷന് കാരണക്കാരാകുന്നതും ഗ്ലോബൽ വാർമിങ്ങിന് കാരണക്കാരാകുന്നതുമായ റെഫ്രിജറൻറ്റുകളെ ഒഴിവാക്കി അതിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉപയോഗിക്കുക. ആ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ മൂലം ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് വളരെ കുറവായിരിക്കണം, ഓസോൺ ഡിപ്ലീഷൻ്റെ റേറ്റ് കുറവായിരിക്കണം, അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകാൻ പാടില്ല. അപ്പം അത്തരത്തിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് അത് യൂസ് ചെയ്യണം. The CFC refrigerants that are considered to have high ODP have been phased out. അപ്പോൾ CFC റെഫ്രിജറൻറ്റിനെ സംബന്ധിച്ച് അതിന് ഹൈ ODP ആണ്, ഓസോൺ ഡിപ്ലീഷൻ അത് വളരെ കാരണം ആകുന്നുണ്ട്. അപ്പോൾ ഓസോൺ ഡിപ്ലീഷന് കൂട്ടുന്നതാണ് ഈ റെഫ്രിജറൻസ്. അപ്പോൾ അതുകൊണ്ട് ഈ റെഫ്രിജറൻസ് റിമൂവ് ചെയ്യണം. അതിന് പകരം ഉള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, അതിനെ റീപ്ലേസ് ചെയ്യുന്ന റെഫ്രിജറൻസ് കൊണ്ടുവരണം. അങ്ങനെയുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സാണ് ഈ കാണുന്നത്. ദ HCFC റെഫ്രിജറൻസ് R123 ഈസ് ഇൻ പ്ലേസ് ഓഫ് R11. അപ്പോൾ R123 ആയിരിക്കും നമ്മൾ R11 പകരം യൂസ് ചെയ്യുക. ദെൻ R134A R152A ആയിരിക്കും R12 പകരം യൂസ് ചെയ്യുക. ഇതുപോലെ തന്നെ R143A R125 ഇൻ പ്ലേസ് ഓഫ് ദിസ്. അപ്പം അത്തരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മൾ ചെയ്യുന്നു. കാരണം ഓസോൺ ഡിപ്ലീഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ ഓസോൺ ഡിപ്ലീഷൻ 0 ആക്കുക, അത്തരത്തിലുള്ള റെഫ്രിജറൻറ്റ്. അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഇമ്പാക്റ്റ് കുറയ്ക്കുക. അതിന് കാരണക്കാരാകാത്ത റെഫ്രിജറൻറ്റുകൾ. അപ്പം അത്തരത്തിൽ ഉള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. ആ സബ്സ്റ്റിറ്റ്യൂട്ടുകളെല്ലാം കാരണക്കാരെയെല്ലാം റീപ്ലേസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എന്നാണ് നോക്കാം. താങ്ക് യു.